നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലെങ്കിൽ അച്ഛൻ മരിച്ചത് ഇവിടെ വെച്ചല്ല, വേറെ എവിടെയോ വെച്ച് മരിച്ചതിന് ശേഷം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടതാവാം. പക്ഷേ ഇതൊക്കെ വെറും തോന്നലുകളല്ലേ? ഈ കേസ് പോലീസ് അന്വേഷിക്കണമെങ്കിൽ തെളിവുകൾ വേണ്ടേ? ഇവിടെ അങ്ങനെയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുവാദമില്ലാതെ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് ശിക്ഷാർഹമാണ്. മിനിമോളെ വന്നേ. ദേ അവിടെ ഒരു CCTV ഉണ്ട്. അത് ഈ ഭാഗത്തേക്ക് തന്നെയാ തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ CCTVയിൽ പതിഞ്ഞു കാണും. അത് CCTV തന്നെയാ. പക്ഷെ മാധവൻ സാറ് മരിച്ചിട്ട് ഇപ്പൊ കുറെ ദിവസമായില്ലേ? ഇത്രയും കാലമായിട്ട് ആ ഫൂട്ടേജ് അതിന്റെ ഉടമസ്ഥൻ സൂക്ഷിച്ചു വെക്കോ? ചോദിച്ചു നോക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ശരി, ചോദിച്ചു നോക്കാം, വാ. ഇവരിതെല്ലാം കണ്ടുപിടിച്ച എന്റെ കഞ്ഞിൽ പാറ്റ വീഴുള്ള ദൈവമേ, എങ്ങനെയെങ്കിലും ഇടപെട്ടേ പറ്റൂ. ഹലോ, നിന്നേ അവിടെ നിൽക്കാൻ. അതെ, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങള് റൗണ്ട്സിന് വന്നതാ. ഇങ്ങോട്ടോ? ഈ സെമിത്തേരിയിലേക്കുള്ള വഴിയില്ല. സത്യം പറ, എന്താ പരിപാടി? അച്ഛന്റെ ബോഡി കിട്ടിയത് ഈ സ്ഥലത്തുനിന്നാ. എനിക്ക് അദ്ദേഹത്തിന്റെ മരണത്തിൽ ചില സംശയങ്ങളുണ്ട്, അത് തീർക്കാൻ വേണ്ടി വന്നതാ. സർക്കാർ നിനക്ക് ശമ്പളം നിന്ന് ജോലിക്ക് വെച്ചിരിക്കുന്നതേ പേഴ്സണൽ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല. നീ സ്വന്തമായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയതിന്റെ അർത്ഥം ഇതിനു മുമ്പ് കേസ് അന്വേഷിച്ചവര് മണ്ടന്മാരാണെന്നല്ലേ? അങ്ങനെയല്ല സർ, ചിലപ്പോ അച്ഛൻ മരിച്ചതിന്റെ ആനുകൂല്യങ്ങൾ എനിക്കും കുടുംബത്തിനും വേഗം കിട്ടാൻ വേണ്ടി കേസ് പെട്ടെന്ന് അന്വേഷിച്ചു തീർത്തതാവാം. അവരുടെ കണ്ടെത്തലുകൾ തെറ്റാണെന്ന് തെളിയിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എന്റെ ചില സംശയങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നു മാത്രം. എന്നിട്ട് സംശയങ്ങളൊക്കെ തീർന്നോ? ആ മീൻ ഫാമിന്റെ CCTV ഈ ഭാഗത്തേക്കാ തിരിച്ചു വെച്ചിട്ടുള്ളത്. ഇവിടെ നടന്നതെല്ലാം അതിൽ പതിയെ സാധ്യതയുണ്ട്. ഞങ്ങള് അതിന്റെ വിഷ്വൽസ് പരിശോധിക്കാൻ പോവുകയായിരുന്നു. ചെന്ന് ചോദിച്ചാ മതി. നിനക്ക് നിയമമൊന്നും അറിയില്ലേ? അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്ന് CCTVയുടെ വിഷ്വൽസ് ചോദിക്കാൻ പറ്റില്ല. അതിന് വാറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം വേണം. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മര്യാദക്ക് ചെന്ന് ചോദിച്ചാ പോരെ? അവർ പോലീസുമായിട്ട് സഹകരിക്കില്ലേ? അതാരുടെ മീൻ ഫാം ആണെന്നറിയോ? ഒടക്ക് സാബുന്റെ. അവന്റെ പേര് തന്നെയുണ്ട് ഒടക്ക്. അവൻ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നതേ ഇന്ന് ആരുമായിട്ട് ഉടക്കാമെന്ന് ചിന്തിച്ച. അവന്റെ അടുത്ത് വാറണ്ടില്ലാതെ നിങ്ങൾ ചെന്നാ അവൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് രണ്ടിന്റെ തൊപ്പി എടുപ്പിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ പോയി അരവിന്ദാക്ഷൻ സാറിനോട് സംസാരിക്കും. അങ്ങേരെ എന്തെങ്കിലും ചെയ്ത് വാറണ്ട് ഒപ്പിച്ചു തരും. അതുമായിട്ട് ചെന്നാൽ മാത്രമേ CCTV ചെക്ക് ചെയ്യാൻ സാബു സമ്മതിക്കൂ. ശരി സർ. ചെല്ല് പോ
ഫ്രാൻസിസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന വർഗമാ. എടാ മോനെ, അങ്ങനെയുള്ളവരെ വിശ്വസിക്കാനാണ് എളുപ്പം. കാരണം അവരെ മനസ്സിലാക്കാൻ എളുപ്പമാ. അവർക്ക് ആകെ ആവശ്യം പണമാണ്. അത് നമ്മൾ കൊടുക്കുന്നിടത്തോളം കാലം അവര് നമ്മുടെ പുറകെ വാലാട്ടിക്കൊണ്ടുവരും. നീയോ ഞാനോ അകത്തു പോയാൽ പിന്നെ അവർക്ക് ആ കാശ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ അവരൊരിക്കലും വഴിയുണ്ടാക്കത്തില്ല. ആ ഓ എത്തി. എന്താടോ, അവർക്ക് വല്ല തെളിവും കിട്ടിയോ? കിട്ടിയനെ. ഗോപാൽജി മാധവൻ സാറിന്റെ ബോഡി കൊണ്ടിടാനേ ആരെ ഏൽപ്പിച്ചേ? എന്താ? നല്ല ബെസ്റ്റ് മണ്ടന്മാരാ. അതിന്റെ അടുത്തേ ഒരു മീൻ ഫാം ഉണ്ട്. അവിടെ CCTV ഉണ്ട്. അവിടെ ബോഡി കൊണ്ടുപോയിട്ടത് ആരായാലും അയാൾ CCTV പെട്ട് കാണും. മാധവന്റെ മോക്ക് അതിന്റെ വിഷ്വൽസ് കിട്ടിയോ? ഇല്ല, കൃത്യസമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. വാറണ്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. പക്ഷെ നാളെ മഞ്ജു ആ വാറണ്ടുമായി ഫാം ഉടമയുടെ വീട്ടിലെത്തിയാൽ എല്ലാ കളിയും പുറത്തു വരും. എടോ, തനിക്ക് കയ്യോടെ വരട്ടി ആ വിഷ്വൽസ് വാങ്ങിച്ചോണ്ട് വരാൻ മേലായിരുന്നോ? അങ്ങനെയുള്ള കളിക്കൊന്നും ഫ്രാൻസിസിനെ കിട്ടില്ല സാറേ. അതെന്താ കിട്ടാത്തെ? വെറുതെ ഒന്നും അല്ലല്ലോ. താൻ ചോദിക്കുമ്പോ കാശെണ്ണി തരുന്നില്ലേ? മൂത്തവര് സംസാരിക്കുമ്പോ എടാ കേരള മോനെ, ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം വന്നാലേ പോകുന്നത് എന്റെ ജോലിയാ. ഈ യൂണിഫോം എന്റെ ദേഹത്തുള്ളിടത്തോളം കാലമേ എനിക്കെന്തിനു വിലയുള്ളൂ. അതുകൊണ്ട് ഇമ്മായ റിസ്ക് ഒന്നും ഞാൻ എടുക്കില്ല. ഞാൻ ഗോപാൽജിക്ക് വ്യക്തമായ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഗോപാൽജി തീരുമാനിച്ചു. താങ്ക് യു ഗോപാൽജി. സൂപ്പർ സാന. അപ്പൊ ഗുഡ് നൈറ്റ്. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ വിഷ്വൽസ് വാങ്ങിക്കൊണ്ട് വരട്ടെ ഡാഡി. അത് ചെയ്യാൻ എനിക്കറിയാഞ്ഞിട്ടാണോ? റിസ്കാണ്. നമ്മളെ എന്ന് വിഷ്വൽസ് വാങ്ങിയെന്ന് ഫാം ഉടമയെങ്ങാനും പറഞ്ഞാൽ അത് പ്രശ്നമാവും. അതിനേക്കാളും നല്ലത് നമുക്ക് പകരം ജയിലിൽ പോകേണ്ട ഒരുത്തനെ അയക്കുന്നതല്ലേ. എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായാലും പെടുന്നത് അവനായിരിക്കും. അതിനു പറ്റിയ ഒരുത്തൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ.